ഇന്ന് ആകാശവാണി തിരുവനന്തപുരം നിലയം കാലങ്ങളായി മലയാളി കേട്ട് പരിചയിച്ച ഈ ശബ്ദം 75-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. മുക്കാൽ നൂറ്റാണ്ട് മുൻപ് 1950 ഏപ്രിൽ 1-നാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രവർത്തനം ആരംഭിച്ചത്. മലയാളിയുടെ കലാ സാംസ്കാരിക സാമൂഹിക ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച 75 വർഷങ്ങളെ അത്ഭുതത്തോടെ അല്ലാതെ അടയാളപ്പെടുത്താനാവില്ല. ശിവരഞ്ജിനി രാഗത്തിൽ ഒരുക്കിയ സംഗീതം മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞത് മുക്കാൽ നൂറ്റാണ്ട് മുൻപ്. വൈദ്യുതിയും ടെലിവിഷനും മാരുതിക്കാറുമില്ലാത്ത കേരളീയ ജീവിതത്തിൽ വെറുതെ അങ്ങ് ഇടിച്ചു കയറിയതല്ല ഈ സംഗീതം. പ്രഭാതഭേരി. നിരവധി പരീക്ഷണങ്ങളും നിരവധി പുതിയ സംരംഭങ്ങളും തുടങ്ങാൻ മലയാളത്തിലെ പ്രക്ഷേപകർക്കും കഴിഞ്ഞു. അത് മലയാളത്തിലെ ശ്രോതാക്കൾ സ്വീകരിക്കുകയും ചെയ്തു. രാവിലെ തുടങ്ങി സുഭാഷിതം തൊട്ട് രാത്രി അവസാനിക്കുന്ന ന്യൂസ് വരെ സ്ഥിരമായി കേൾക്കുന്ന ഒട്ടനവധി ശ്രോതാക്കളാണ് ഇപ്പോഴും ആകാശവാണിക്ക് ഉള്ളത്. ആകാശവാണി മലയാളിക്ക് സമ്മാനിച്ചത് എന്ത്? ഉത്തരം ഒന്നു മാത്രം. 50കൾക്കു ശേഷം 2000 ആണ്ട് പിറക്കും വരെ കേരളത്തെ രൂപപ്പെടുത്തി. മലയാളിയുടെ ഭാഷയും സംസ്കാരവും നിശ്ചയിച്ചു. കലകൾ നിലനിർത്തി. കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ പുരോഗതി, വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, സാക്ഷരതാ രംഗത്തുണ്ടായ മാറ്റങ്ങൾ, ആരോഗ്യരംഗത്തുണ്ടായ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ, ഇതിലൊക്കെ എക്കാലവും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ബലറാമിന്റെയും എം രാമചന്ദ്രന്റെയും ശങ്കരനാരായണന്റെയും ശബ്ദത്തിൽ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ രാജ്യാതിർത്തികൾ കടന്നും വാർത്തകളെത്തി. സുഭാഷിതം മുതൽ യുവവാണി വരെ എത്രയെത്ര പരിപാടികൾ. നഗര കേന്ദ്രീകൃതമായ ക്രിക്കറ്റിനെ കേരളത്തിൽ ജനകീയമാക്കിയത് ആകാശവാണിയാണ്. കളി നേരിട്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ ആവേശമാണ് കളിയുടെ കമൻട്രി കേൾക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വിശ്വാസത്തിൽ ക്രിക്കറ്റ് ഇത്രയും പോപ്പുലർ ആകാനുള്ള കാരണം റേഡിയോ തന്നെയാണ്. അത് കേട്ട് വളർന്ന ഒരു ജനറേഷൻ തന്നെ ഉണ്ട്. ഹിന്ദിയിൽ ആജ് സുബഹ്, മലയാളത്തിൽ അത് പ്രഭാതഭേരിയായി. 1980കളുടെ മധ്യേ ടെലിവിഷൻ റേഡിയോയെ പതുക്കെ പതുക്കെ വിഴുങ്ങി തുടങ്ങി. അകന്നുപോയ റേഡിയോ ശ്രോതാക്കളെ തിരികെ കൊണ്ടുവരാൻ ആകാശവാണി പുതിയൊരു പരീക്ഷണം നടത്തി. അതാണ് പ്രഭാതഭേരി. ഇവിടെ ജനങ്ങളുടെ ശബ്ദം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നേരിട്ട് ശബ്ദലേഖനം ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതി അവലംബിച്ചു. മുഹമ്മദ് റാഫിയെയും കിഷോർ കുമാറിനെയും മലയാളി പരിചയപ്പെട്ട ഗീത്മാല, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഷഹനായിൽ തീർത്ത വിസ്മയം, അങ്ങനെ പലതും മലയാളി അനുഭവിച്ചു. കലയെയും സാഹിത്യത്തെയും സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യവും കർത്തവ്യവും കൂടി ആകാശവാണി എന്നും നിറവേറ്റിയിട്ടുണ്ട്. 6 മലയാളിക്ക് 100 മലയാളം എന്നാണ് പേച്ച്. മലയാളത്തിന്റെ പ്രാദേശികതയെ ജനകീയമാക്കിയ ആകാശവാണിയുടെ ഭാവി ഇനി എന്തായിരിക്കും? ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ ഈ കേൾക്കുക എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ദൃശ്യമാധ്യമ രംഗത്ത് ഇനി എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും എൻ്റെ ഉറച്ച വിശ്വാസം ഈ ശ്രവ്യമാധ്യമം ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നുള്ളത്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. റേഡിയോ കാലമായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട്. ആ സ്റ്റോറി നമ്മളെ കൊണ്ടുപോയത് ഒന്നൊന്നര നൊസ്റ്റാൾജിയയിലേക്കാണ്. ശരിക്കും അത് ഒരുപാട് ഇങ്ങനെ രാത്രി കേട്ട് കിടക്കുന്ന രഞ്ജിനിയുണ്ട്, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. അതുപോലെ ഈ 15 മിനിറ്റ് ആണെന്ന് തോന്നുന്നു അല്ലെ നാടകം, ഇങ്ങനെ സ്ഥിരമായിട്ട് നാടകോത്സവങ്ങൾ ഉണ്ടാവും, സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ആ 15 മിനിറ്റ് തീരുമ്പോഴേക്കും വലിയ സങ്കടമാണ്, ഇനി നാളെയല്ലേ കേൾക്കാൻ പറ്റൂ. അങ്ങനെ എത്ര ഓർമ്മകളല്ലേ. രാവിലെ ആണെങ്കിലും നമ്മൾ ഈ ആകാശവാണി റേഡിയോ കേട്ടിട്ടാണ്. ഇപ്പോൾ നമ്മൾ 24 കേട്ട് പ്രേക്ഷകർ സമയം പറയുന്നത് പോലെ പണ്ട് അങ്ങനെയായിരുന്നു. നമ്മൾ റേഡിയോയിലെ ഓരോ അയ്യോ കൃഷിദീപമായിരിക്കുന്നു അങ്ങനെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഓർമ്മയിലേക്കൊക്കെ നമ്മളെ ഈ റിപ്പോർട്ട് കൊണ്ടുപോയി.